നമ്മുടെ മിക്സിയുടെ ജാറ്, അതിലേക്ക് നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു ബിസ്ക്കറ്റിൻ്റെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ടൊരു കിടിലൻ ഷേക്ക് ആക്കാന്ന് വെച്ചു. എന്നും നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഷേക്കുകൾ ഉണ്ടാക്കിയിട്ടാണ്. ഇപ്പോൾ എന്നും നമ്മളെ ഫ്രൂട്ട്സ് ആണ്. ഇന്ന് നമ്മുടെ സ്വന്തം ബിസ്ക്കറ്റ്, ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്, എന്നാലും നമ്മുടെ സ്പെഷ്യൽ ഇന്ന്. അപ്പോൾ നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ഇതൊന്ന് കട്ടപ്പാല് വെച്ച് അടിക്കണോ? എത്രയുള്ള ശരിയാവില്ല ചേട്ടാ, അത് പെട്ടെന്നുണ്ടായ ജാതിന്റെ ഏട്ടാ അറ്റാണ്ടെന്ന് തോപ്പിടിച്ചു പറഞ്ഞു. അപ്പം നമ്മുടെ എന്നും വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഇതുവരെ ഇവിടെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതേനെ ഈ ആശാളി എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് ആരെങ്കിലും നോമ്പിന് മുന്നേ അയച്ചായോട്ടാ. ഒരു എന്നും നോക്കുമ്പോഴും ഇല്ല. ഇന്നാണ് നമുക്ക് ശരിക്കും കട്ടപ്പാൽ ഇട്ടേക്കണേ. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ആഡ് ചെയ്താലോ മീനു? ഞാൻ എടുക്കാൻ പോയി. അപ്പം ഞങ്ങളിത് എടുത്തിട്ട് വരാട്ടോ, ഒരു മിനിറ്റ് എടുത്തിട്ട് വരാം. അപ്പം നമ്മളിന്ന് കാഷ്യൂസ് മാത്രമാണ് കേട്ടോ ഇടണത്. ബദാം ഇട്ടാലോ? ബദാം ഇടുമ്പോഴേ ഇത് അടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിനി അടിച്ചെടുക്കലാണ് പരിപാടി. ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഷേക്കുകളാണ്. അപ്പോൾ ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സൂപ്പർ റെസിപ്പീസാണ്. ഇതെന്ന് വെച്ചാൽ ഇത് സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കണത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പുതുമയൊന്നും ആരും വിചാരിക്കേണ്ടത്, എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നതെന്നേ ഉള്ളൂ. അപ്പം ഇനി ആരെങ്കിലും അറിയാത്തവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കിനി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പിലേക്ക് നമ്മൾ സെർവ് ചെയ്യാണ് കേട്ടോ നമ്മുടെ ഷേക്ക്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രഞ്ജമ്മ കുടിച്ചൊക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് കുടിച്ച് നട്ട്സ് വിത്ത് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഷേക്ക് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സാധാരണ റെസിപ്പീസ് ആയിട്ടാണ് നമ്മൾ വരുന്നത്, അല്ലാതെ ഇപ്പോൾ ആരും ചെയ്യാത്ത ഐറ്റം ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ. അപ്പം നോമ്പായിട്ടും നമുക്ക് കുറച്ച് റെസിപ്പികൾ ട്രൈ ചെയ്യാൻ തോന്നി, അപ്പം അത് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഇനി അടുത്തൊരു നോമ്പ് വീഡിയോയിൽ കാണാം. അതുവരെ ഓരോ ഐറ്റം നോക്കുമ്പോൾ ഒരുപാട് പേര് ചെയ്തതാണ്, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണം. ഇതും ചെയ്തത് തന്നെയാണ്, പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. വേറെ ഇങ്ങനെ സ്നാക്സ് ആയിട്ട് കഴിക്കാനൊന്നും വലിയ ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ ഇല്ല, അതാണ് കുഴപ്പം. പിന്നെ ഞാനാണുള്ളത്. പിന്നെ ഇഷ്ടമുള്ളതാണെങ്കിൽ ചിക്കൻ റെസിപ്പീസാണ്. എന്നും ചിക്കൻ വാങ്ങി റെസിപ്പി ഇടാനുള്ള പണിയും ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.